भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനിതരസാധാരണമായ കൃപാവാത്സല്യങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 713 ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ദശമസ്കന്ധം ഉത്തരാർത്ഥം 85 അധ്യായത്തിൽ 39 ശ്ലോകം മുതലാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാൻ അമ്മയുടെ ആഗ്രഹപ്രകാരം നേരത്തെ കംസനാൽ കൊല്ലപ്പെട്ട തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ കണ്ടെത്താനും അവരെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ച് എത്തിക്കാനും മഹാബലിയുടെ സുതലത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ മഹാബലി വളരെ സന്തോഷപൂർവ്വം ഭഗവാനെ സ്വീകരിച്ചും കൊണ്ട് കണ്ണുകൾ നിറഞ്ഞും ദേഹം മുഴുവൻ രോമാഞ്ചം വഹിച്ചും കൊണ്ടും ഭക്തി കൊണ്ട് ആ ഹൃദയം ദ്രവീകരിച്ച് ആർദ്രമായി ബലി പറയാനായിട്ട് ആരംഭിച്ചു എന്നാണ്. ബലിയുടെ വാക്കുകളാണെന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത്. നമോനന്ദായ ബൃഹതേ നമകൃഷ്ണായ വേധസേ സാഖ്യയോഗവിതാനായ ബ്രഹ്മണേ പരമാത്മനേ. ബൃഹതേ അനന്തായ നമ. ബൃഹൽസ്വരൂപനായ അനന്തന് നമസ്കാരം. വേധസേ കൃഷ്ണായ നമ. ജഗന്നിയന്താവായിരിക്കുന്ന കൃഷ്ണന് നമസ്കാരം. സാഖ്യയോഗവിതാനായ സാഖ്യത്തിൻ്റെയും യോഗങ്ങളുടെയും ഒക്കെ ആ വിസ്താരത്തോടുകൂടിയ പരമാത്മാവായിരിക്കുന്ന ബ്രഹ്മണേ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. ഇപ്പോൾ ഇവിടെ ആദിശേഷനായി അവതരിച്ചിരിക്കുന്നതും ശ്രീകൃഷ്ണനായി അവതരിച്ചിരിക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെ. ആദിശേഷൻ്റെ അവതാരഭൂതനായ അവിടുത്തേക്ക് നമസ്കാരം. ഈ ലോകത്തെ മുഴുവൻ തൻ്റെ ഉദരത്തിൽ ധരിച്ചും നിയമിച്ചും കൊണ്ടിരിക്കുന്ന ആനന്ദസ്വരൂപനായിരിക്കുന്ന ജഗന്നിയന്താവായിരിക്കുന്ന ശ്രീകൃഷ്ണന് നമസ്കാരം. ജ്ഞാനയോഗം, ഭക്തിയോഗം, ധ്യാനയോഗം തുടങ്ങിയ യോഗങ്ങൾ കൊണ്ട് പ്രതിപാദിക്കാൻ യോഗ്യമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന പരമാത്മസ്വരൂപനായ ബ്രഹ്മത്തിന് അടിയൻ്റെ നമസ്കാരം. പറയണു, ദർശനം വാം ഹി ഭൂതാനാം ദുഷ്പ്രാപം ചാപ്യ ദുർലഭം
രജസ്തമസ്വഭാവാനാം എന്ന പ്രാപ്തോ യദൃക്ഷയാ. ഭൂതാനാം ദുഷ്പ്രാപം അപി. ഭൂതങ്ങൾക്ക്, പ്രാണികൾക്ക് വളരെ പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും വാം ദർശനം, നിങ്ങളുടെ കാഴ്ച ദുർലഭമല്ല. യത് രജസ്തമസ്വഭാവാനം, ഏതുകൊണ്ടാണോ രജസ്സും തമസ്സും അധികരിച്ച സ്വഭാവത്തോടു കൂടിയ ഞങ്ങളുടെ അരികിൽ യദൃക്ഷയാ പ്രാപ്തോ, വന്നെത്തിക്കഴിഞ്ഞില്ലേ എന്നാണ്. നിങ്ങളുടെ ദർശനം ആളുകൾക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ടെങ്കിലും ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും നിങ്ങളുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം അത് ദുർലഭമല്ല, സുലഭമാണ്. സത്വഗുണം നിറഞ്ഞ യോഗീശ്വരന്മാർക്ക് കൂടി ദുർലഭമായിരിക്കുന്ന അവിടുത്തെ ദിവ്യമായ ദർശനം ഭഗവാനെ ഇവിടെ രജസ്തമസ്വഭാവങ്ങളോടുകൂടിയ അസുരന്മാരുടെ ഗണത്തിൽപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സുലഭമായില്ലേ? യദൃച്ഛയാ, ഒട്ടും വിചാരിക്കാതെ നിങ്ങൾ ഇവിടേക്ക് വന്നു ചേർന്നൂലോ എന്നാണ്. ദൈത്യ ദാനവ ഗന്ധർവ സിദ്ധവിദ്യാധ്രചാരണായക്ഷരക്ഷ പിശാചാശ്ച ഭൂതപ്രമഥനായക വിശുദ്ധ സത്വധാമ്യധാ ത്വയി ശാസ്ത്രശരീരിണി നിത്യം നിബദ്ധവൈരാസ്തേ വയം ചാന്യേ ച താദൃശ. പറയുകയാണ്, സ്വതേ വൈരികളാണ്. ഇപ്പോൾ ഞങ്ങൾ അസുരന്മാർ ദേവന്മാരുമായിട്ട് വൈരമുള്ള ആളുകളാണെങ്കിൽ പോലും സാത്വിക ഭക്തന്മാരെക്കാൾ ഭാഗ്യമുള്ളവരായി മാറി ഞങ്ങൾ. ദൈത്യ ദാനവ ഗന്ധർവ, ദൈത്യന്മാര്, ദാനവന്മാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, ചാരണന്മാര്, യക്ഷന്മാര്, രക്ഷസുകള്, പിശാചുക്കള്, ഭൂതങ്ങള്, പ്രമഥഗണാധിപന്മാര്, അവരും വയം ച, ഞങ്ങളും, താദൃശ, അപ്രകാരമുള്ള അന്യേച, മറ്റുള്ളവരും, വിശുദ്ധ സത്വധാംനി, വിശുദ്ധമായ സത്വഗുണത്തിൻ്റെ സ്ഥാനമായും, ശാസ്ത്രശരീരിണി, ശാസ്ത്രമാകുന്ന സ്വരൂപത്തോടു കൂടിയതുമായ ത്വയി, അങ്ങയിൽ, നിത്യം, എപ്പോഴും, നിബദ്ധവൈരാ അദ്ധ, നിബന്ധിക്കപ്പെട്ട വൈരത്തോടു കൂടിയവരാണ് എന്നാണ്. നോക്കൂ, ഇവിടെ ശുദ്ധസത്വസ്വരൂപനായി ശാസ്ത്രസ്വരൂപനായ അങ്ങയിൽ വൈരമുള്ള ആളുകളാണ് ദൈത്യന്മാരും ദാനവന്മാരും യക്ഷന്മാരും രക്ഷസ്സുകളും ഞങ്ങളുമൊക്കെ. എന്നാൽ കേചനോദ്ബദ്ധ വൈരേണ ഭക്തിയാ കേചന കാമത ന തഥാ സത്വസംരബ്ധ സന്നികൃഷ്ടാ സുരാദയാ. കേചന, ചിലർ, ഉദ്ബദ്ധ വൈരേണ, ഏറ്റവും ബന്ധിക്കപ്പെട്ട വൈരം കൊണ്ടും, ഭക്തിയ, ഭക്തി കൊണ്ടും, കേചന, ചിലർ, കാമത, കാമം കൊണ്ടും, യഥാ സന്നികൃഷ്ട, ഏതു തരത്തിൽ സമീപസ്ഥരായി മാറിയോ, സത്വസംരബ്ധ, സത്വഗുണത്തോടുകൂടിയ ദേവന്മാർ തുടങ്ങിയവർ പോലും, തഥാ ന സന്നികൃഷ്ട, അവർ പോലും സന്നികൃഷ്ടന്മാരല്ല, ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യാണെന്നാണ്. ശിശുപാലൻ തുടങ്ങിയവര് വൈരം കൊണ്ടാണ് ഭഗവാനെ വിചാരം ചെയ്തത്. ഭക്തി കൊണ്ടുള്ള ആളുകളുണ്ട്. ഗോപസ്ത്രീകൾക്ക് കാമമായിരുന്നു, അനുരാഗം കൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ചു അവര്. എന്നാൽ സത്വഗുണപ്രധാനികൾ എന്ന് കേൾവി കേട്ട ദേവന്മാർക്ക് കൂടി അങ്ങയുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഗുണം കൊണ്ടല്ല അങ്ങയെ സാധിക്കുന്നത്, അല്ലെങ്കിൽ പ്രാപിക്കാൻ സാധിക്കുന്നത്, നിരന്തരമായ വിചാരശീലം കൊണ്ട്, സന്തത വിചാരശീലം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടുത്തെ ലഭിക്കുന്നത്. ഗോപ്യകാമാത് ഭയാത് കംസോ ദ്വേഷാത് ചൈദ്യാദയോ നൃപ സംബന്ധാൽ വൃഷ്ണയ. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഭഗവാനിലേക്ക് എത്താൻ വഴി എന്ന നരസിംഹാവതാരത്തിന് മുന്നോടിയായി രാജസൂയ യാഗവേദിയിൽ, അല്ലെങ്കിൽ രാജസൂയ യാഗവേദിയിൽ നരസിംഹാവതാര കഥ പറയുന്നതിന് മുന്നോടിയായി നാരദം പറയുന്നുണ്ട്. പ്രേമം കൊണ്ടും വൈരം കൊണ്ടും കാമം കൊണ്ടും ഭക്തി കൊണ്ടും ബന്ധുത്വം കൊണ്ടും ഇങ്ങനെ നിരന്തരം ചിന്തിക്കുക. അപ്പോൾ വൈരം കൊണ്ടും കാമം കൊണ്ടുള്ള വിചാരം വളരെ ശക്തിമത്താവുന്നതാണ്. ഭക്തിയേക്കാൾ കുറച്ചുകൂടി ശക്തി കൂടും. അവർക്ക് വളരെ വേഗത്തിൽ അങ്ങയെ പ്രാപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഭാഗവത തത്വത്തെ തന്നെയാണ് മഹാബലി ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
ഇതമിദ്ധമിതി പ്രായസ്തവ യോഗേശ്വരേശ്വര ന വിദന്ത്യപി യോഗേശ യോഗമായാം കുതോ വയം. യോഗേശ്വരേശ്വര, യോഗേശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന ഭഗവാനെ, യോഗേശ അപി, യോഗേശന്മാരും തവ യോഗമായാം ഇതം ഇദ്ധം ഇതി പ്രായേണ ന വിദന്തി. അപ്പോൾ ആളുകൾ യോഗേശ്വരന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങയുടെ യോഗമായേ ഇത് ഇങ്ങനെ എന്ന് പ്രായേണ ന വിദന്തി, അറിയുന്നില്ല. വയം കുത, അപ്പോൾ പിന്നെ ഞങ്ങൾ അറിയോ എന്നാണ്. അങ്ങയുടെ മായയിൽപ്പെട്ട് ഉഴലുന്ന ആളുകളാണ് ഈ ലോകത്ത് മുഴുവൻ. അതിൽ യോഗേശന്മാർക്ക് പോലും സാധിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ രജോ ഗുണവും തമോ ഗുണവും അധികരിച്ച ദൈത്യന്മാരും ദാനവന്മാരുമായിട്ടുള്ള ഞങ്ങൾക്ക് എങ്ങനെയാണത് സാധിക്കുക? എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? തന്ന പ്രസീത നിരപേക്ഷ വിമൃഗ്യയുഷ്മൽ പാദാരവിന്ദധിഷണാന്യഗൃഹാന്തകൂപാൽ നിഷ്ക്രമ്യ വിശ്വശരണാഘ്രുപലബ്ധവൃത്തി ശാന്തോ യഥൈക ഉത സർവസഖൈശ്ചരാമി. നിരപേക്ഷ വിമൃഗ്യയുഷ്മൽ പാദാരവിന്ദധിഷണാന്യഗൃഹാന്തകൂപാൽ. അവിടെ ഒരു പദം, നിരപേക്ഷന്മാരാൽ അന്വേഷിക്കപ്പെടാൻ യോഗ്യമായ അങ്ങയുടെ പാദാരവിന്ദത്തിൻ്റെ ആശ്രയത്തിൽ നിന്ന് അന്യമാകുന്ന ഗൃഹാദികളാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് നിഷ്ക്രമ്യ, നിർഗമിച്ചിട്ട്, വിശ്വശരണാഘ്രുപലബ്ധവൃത്തി, വിശ്വത്തിൻ്റെ രക്ഷിതാക്കന്മാരായവരുടെ മുഖങ്ങളിൽ നിന്ന് ഉപലഭിക്കുന്ന ജീവികയോടുകൂടിയവനായി, ശാന്തനായി, ഏകഹ ഒരുവനായിട്ട് ചരാമി ഞാൻ സഞ്ചരിക്കുന്നു. അല്ലെങ്കിലോ സർവസഖൈ സകലരുടെയും ഇഷ്ടന്മാരോടുകൂടി യഥാചരാമി എങ്ങനെയാണോ ചരിക്കുന്നത് ആ പ്രകാരത്തിൽ ന പ്രസീത ഞങ്ങളുടെ നേരെ പ്രസാദിക്കണേ. ദ്വേഷഭക്തിയും മുക്തിഹേതുവാണെങ്കിലും ഞങ്ങളെ സാത്വിക ഭക്തന്മാരാക്കി മാറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇവിടെ. ദ്വേഷം കൊണ്ടും വൈരം കൊണ്ടും ഒക്കെ ഭഗവാനെ നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നേടിയെടുത്ത നിരവധി ആളുകളുണ്ട്. പക്ഷേ ഞാൻ അതല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് സാത്വിക ഭക്തി ഞങ്ങളിൽ ഉണ്ടാവണേ. ഇഹലോകത്തിൽ അല്ലെങ്കിൽ പരലോകത്തിൽ ഒരു സുഖങ്ങളെയും കാക്ഷിക്കാതെ ആത്മാരാമന്മാരായിരിക്കുന്ന ആളുകൾ, ആത്മാവിൽ രമിക്കുന്ന ആളുകൾ, ദേഹത്തിൻ്റെ ബന്ധമില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള യോഗീശ്വരന്മാർ ആരെയാണ് അന്വേഷിക്കുന്നത്? എന്തിനെയാണ് അന്വേഷിക്കുന്നത്? എന്തിനെ കിട്ടാനാണ് മോഹിക്കുന്നത്? തവ പാദാരവിന്ദയുഗളം, അവിടുത്തെ താമരപ്പൂവിന് തുല്യമായിരിക്കുന്ന പാദാരവിന്ദങ്ങളെ, ആ പാദങ്ങളെ, പാദയുഗ്മത്തെ ആശ്രയിക്കണം. അങ്ങനെ ഞങ്ങളും മാറണമെന്നാണ്. മറ്റ് ഗൃഹാദികളിൽ അഭിരമിച്ചു കഴിഞ്ഞാൽ കേവലമായ ദുഃഖങ്ങൾ മാത്രം. അതുകൊണ്ട് വെള്ളമില്ലാത്ത കിണറിന് തുല്യമാണ് ആ ഗൃഹാദികൾ എന്ന് ഞങ്ങൾ വിചാരിക്കണം. അതിൽ ആസക്തിയില്ലാത്തവരായി അതിനെ ഉപേക്ഷിച്ച് അവിടെ ആശ്രയിക്കുന്ന എല്ലാവർക്കും വിശ്രമിക്കാൻ, നിഴലും ക്ഷുത്തും ദാഹവുമൊക്കെ തീരാൻ ഫലപക്വാദികളാകുന്ന ആഹാരദ്രവ്യങ്ങളും കൊഴിഞ്ഞു വീഴുന്ന ഇലകളാകുന്ന ശയ്യകളും കൊടുത്ത് എല്ലാവരെയും ഒരേപോലെ കാണുന്ന വൃക്ഷത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, മഹാദാനശീലന്മാർ. അങ്ങനെ അതേപോലെ അന്യസംസർഗമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന അത്തരത്തിലുള്ള ശാന്തനായിരിക്കുന്ന ആളുകളുമായി ഏകാകികളായി സഞ്ചരിക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണേ. ഇനി അതല്ലെങ്കിലോ എല്ലാവരെയും സ്നേഹിക്കുന്ന, സകലരോടും കാരുണ്യമുള്ള ദയുള്ള പരമഹംസന്മാരുടെ സ്നേഹത്തിന് പാത്രമായി അവരുടെ കൂടെ സഞ്ചരിക്കാൻ, സജ്ജന സംസർഗമുണ്ടാവാൻ ഭഗവാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. മഹാബലിയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥനയാണ്. നോക്കൂ, നമ്മൾ ഈ മഹാബലിയെ ഏതൊക്കെ തരത്തിലാണ് ചിത്രീകരിക്കാറുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. ഓണക്കാലമൊക്കെ അടുത്തു കഴിഞ്ഞാൽ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ വാമനൻ എന്നൊക്കെയാണ് പറയാറുള്ളത്. നമ്മുടെ അറിവില്ലായ്മയുടെ വലിപ്പം എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അത് കേട്ട് കയ്യടിക്കാനും നമ്മൾ തയ്യാറായി. അതുകൊണ്ട് എന്തായി? വാമനമൂർത്തിയെ ചതിയനായും മഹാബലിയെ രക്തസാക്ഷിയാക്കാനും
നമ്മൾ വലിയ താല്പര്യം കാണിച്ചു. ആ മഹാബലിയെ നമ്മുടെ ഈ ഇഠാവട്ടത്തിൽ ഒതുങ്ങുന്ന ഈ കേരളം ഭരിച്ചിരുന്ന ഒരു നാട്ടുരാജാവിൻ്റെ നിലയിലേക്ക് നമ്മൾ അടിച്ചു താഴ്ത്തി. നമ്മളാണ് സത്യത്തിൽ മഹാബലിയെ മാവേലിയാക്കി പാതാളത്തോളം താഴ്ത്തിയത്. സ്വർഗത്തോളം ഉയർന്ന ആളാണ് മഹാബലി. നർമ്മദാ നദീതീരത്ത് ഭൃഗുകച്ഛം എന്ന സ്ഥലത്ത് യാഗം ചെയ്തുകൊണ്ടിരുന്ന മഹാബലി 14 ലോകങ്ങളും ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് വിശ്വജിത്ത എന്ന മഹായാഗത്തിൻ്റെ ഫലമായി ലഭിച്ച ആയുധങ്ങളും കവചവും രഥവും ഗുരുനാഥൻ്റെയും മുത്തച്ഛനായ പ്രഹ്ലാദനും നൽകിയ വാടാമാലയും ശംഖുമൊക്കെ ആയിട്ട് ലോകം മുഴുവൻ കീഴടക്കിയ മഹാബലി. ആ മഹാബലി കേവലം നമ്മുടെ ഈ ചെറിയ കേരളത്തെ ഭരിച്ച മാവേലിയാവോ? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അത് തന്നെയുമല്ല, തനിക്കുള്ളത് മുഴുവൻ ഭഗവാന് സമർപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത നിഷ്കാമഭക്തിയുടെ ഉത്തമോദാഹരണമായിരിക്കുന്ന മഹാബലി. ആ മഹാബലിയിൽ നിന്ന് ഈ സ്വർഗം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു ഇങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞും കൊണ്ടേയിരിക്കുന്നു. ഭഗവാന്റെ ദിവ്യമായ അവതാരം നടന്ന വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ശ്രോണായാം ശ്രവണദ്വാദശ്യാം, ശ്രാവണമാസത്തിലെ പൊന്നിഞ്ചിങ്ങമാസത്തിലെ ശ്രോണം, തിരുവോണം, ശ്രീയുള്ള ഓണം, ആ ഓണം അവിടെ ദ്വാദശി തിഥിയിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ ആണ് ഭഗവാന്റെ അവതാരമുണ്ടാവുന്നത്. അങ്ങനെയുള്ള ആ വാമനമൂർത്തി അനുഗ്രഹിക്കുന്ന ബലി, വാമനമൂർത്തിയുടെ അനുഗ്രഹം സ്വീകരിച്ച ആളാണ് ബലി. നോക്കൂ, ബലിയുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തു വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാൻ ലോകേശ്വരനാണ്, 3 ലോകങ്ങളുടെയും ഈശ്വരനാണ് എന്നൊക്കെ അഹങ്കാരം കണ്ടപ്പോൾ ഭഗവാൻ അതിനെ ഒന്ന് അടിച്ചൊതുക്കി. എന്നിട്ട് പോലും ഭഗവാൻ അവിടെ തോറ്റു എന്നാണ് ബലിയുടെ കഥയിൽ നമ്മൾ ഭാഗവതത്തിൽ കാണുന്നത്. അഷ്ടമസ്കന്ധത്തിൽ നമ്മളത് കേട്ടു. വാമനാവതാരം 9 അധ്യായങ്ങളിലൂടെ പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാം കൊടുക്കാം, 3 അടി മണ്ണ് മതി എന്ന് ഭഗവാൻ പറഞ്ഞു. ആ 3 അടി മണ്ണ് കൊടുക്കാനില്ലാതെ വിഷമിച്ചപ്പോൾ ബലി എന്താ പറയണത്? ഭഗവാനെ, എന്നെ സത്യസന്ധനാക്കണേ. സത്യസ്വരൂപനായ അവിടത്തേക്ക് മാത്രം, അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ. അടിയനെ നാളെ ലോകം കൊടുക്കാമെന്നത് പറഞ്ഞത് കൊടുക്കാത്തൊരാളായിട്ട് കണക്കാക്കാൻ ഇടവരരുതേ, അതിനവിടത്തേക്ക് സാധിക്കും. 14 ലോകങ്ങളും അങ്ങ് ഈരടി കൊണ്ട് അളന്നെടുത്തു, ആ കാലടി കൊണ്ട് അളന്നെടുത്തുവെങ്കിൽ ആ 3ാമത്തെ അടി അവിടുത്തെ തൃപാദങ്ങൾ അടിയൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പദം തൃതീയം കുരു ശീഷ്ണിമേ നിജം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുക മാത്രമല്ല പറഞ്ഞു, ഇവിടെ പല രീതിയിൽ ബലിയെ തോൽപ്പിക്കാൻ ആളുകൾ നോക്കിയിട്ടും സത്യത്തിൽ നിന്ന് കടുകിട പിന്മാറാത്ത ഏഷദാനവ ദൈത്യാനാം അഗ്രണീ കീർത്തിവർദ്ധന എന്നാണ് ഭഗവാൻ അവിടെ ഉപയോഗിക്കുന്ന പദം തന്നെ. ദാനവന്മാരുടെയും ദൈത്യന്മാരുടെയും കീർത്തി വർദ്ധിപ്പിക്കുന്ന അവരുടെ വംശത്തിൽ ഏറ്റവും ശ്രേഷ്ഠസ്ഥാനത്തിരിക്കുന്ന ഇദ്ദേഹം അജയ്ഷീത് അജയാം മായാം, ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള മായയെ ജയിച്ചു എന്ന് വെച്ചാൽ എന്നെ ജയിച്ചു. മായയെ ജയിച്ച ആൾ ഭഗവാനാണ്. മായാതീതനായ ഭഗവാനെ പോലും ജയിച്ച മഹാബലിയുടെ മഹത്തായ ഭക്തിയുടെ മുമ്പിൽ സത്യത്തിൽ നമ്മൾ പാടുന്ന ഈ കെട്ടുകഥകൾക്കും ഇതിനൊക്കെ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വെക്കണേ. അഹങ്കാരത്തിൻ്റെ ആ തലപ്പൊക്കത്തിന് മുകളിൽ അങ്ങയുടെ തൃപാദങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അടിയൻ ശുദ്ധനായിട്ട് തീരും, അടിയൻ്റെ അഹങ്കാരങ്ങളില്ലാതെയാവും, അടിയനെ അനുഗ്രഹിക്കണേ. ബലിയുടെ പ്രാർത്ഥന അതായിരുന്നു. ഭഗവാൻ തൻ്റെ തൃപാദങ്ങൾ ബലിയുടെ ശിരസിൽ ചേർത്ത് വെച്ചു. കാളിയമർദ്ദനത്തിൽ താണ്ഡവമാടിയ ഭഗവാൻ ഇവിടെ അങ്ങനെയല്ല, ഒരു തലോടൽ പോലെയാണ് ബലിക്ക് അനുഭവപ്പെട്ടത്. തൻ്റെ ശിരസിൽ ഭഗവാന്റെ തൃക്കാലു വന്നങ്ങനെ പതിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അന്ന് ഭഗവാൻ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു ബലിയെ പറഞ്ഞയക്കുക മാത്രമല്ല, തനിക്ക് ഭക്തനോടുള്ള വാത്സല്യം കാണിച്ചും കൊണ്ട് ഗോപുരത്തിൻ്റെ കാവൽക്കാരനായി ഭഗവാൻ നിന്നു. സദാ സംരക്ഷണം ഭഗവാൻ കൊടുത്തു. അങ്ങനെ വാമനമൂർത്തിയായി ഭഗവാൻ ഗോപുരത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുന്ന സുതലത്തിലേക്കാണ് ഭഗവാന്റെ പരിപൂർണാവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ബലരാമനോടുകൂടി
ഇപ്പം ഇതാ കടന്നു വന്നേക്കണത് അവരുടെ കാക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഷാഢ്യസ്മാനീഷിതവ്യേഷ നിഷ്പാപാൻ കുരു ന പ്രഭോ പുമാൻ യശ്രദ്ധയാതിഷ്ഠം ചോദനായ വിമുച്യത്തെ. ഈശിതവ്യേഷ, ശാസിക്കാൻ യോഗ്യനായവരെയും ശാസിക്കുന്ന ശാസ്താവായിരിക്കുന്ന ഭഗവാനെ പ്രഭോ, അസ്മാൻ ഷാധി, ഞങ്ങളെയും ശാസിക്കണേ. നിഷ്പാപാൻ ന കുരു, ഞങ്ങളെ പാപമില്ലാത്തവരാക്കി മാറ്റണേ. യത് ശ്രദ്ധയാ, യാതൊരുവനിൽ ശ്രദ്ധയോടുകൂടിയ ആദിഷ്ഠൻ, അനുഷ്ഠിച്ചു വരുന്ന പുരുഷൻ ചോദനായ, പ്രേരണയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. ഭഗവാനെ പുണ്യപാപങ്ങൾക്ക് കീഴടങ്ങി സകല ജീവന്മാരെയും വേണ്ട വിധത്തിൽ ശാസിച്ച് സന്മാർഗത്തിൽ സഞ്ചരിപ്പിക്കാൻ അവിടുത്തെ സാധിക്കുള്ളൂ. ഏതു വിധത്തിലായാൽ ഞങ്ങൾ പാപങ്ങളിൽ നിന്ന് മോചിതരാകുമോ ആ തരത്തിൽ ഭഗവാനെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ. പുണ്യപാപങ്ങൾ വിധി നിഷേധ കർമ്മങ്ങൾക്ക് അധീനമാണ്. അപ്പോൾ വിധി നിഷേധ രൂപങ്ങളായ വേദവാക്യങ്ങളെ ആദരിക്കാൻ അവിടുത്തെ ഭക്തി വിമുഖന്മാരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കില്ല. അവിടുത്തെ ഭക്തന്മാർക്കേ അത് സാധിക്കുള്ളൂ. എല്ലാ കർമ്മങ്ങളും കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ എന്നുള്ള രീതിയിലാണോ ഭക്തന്മാർ നിൽക്കുന്നത്? അപ്പോൾ അവർക്ക് വിധിനിഷേധങ്ങൾ പോലും അവരെ ബാധിക്കില്ല, പുണ്യപാപങ്ങൾ അവരെ ബാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങളും ഏതു വിധത്തിലായാൽ അവിടുത്തെ മാത്രം ആശ്രയിച്ച് സകല കർമ്മങ്ങളെയും അങ്ങയ്ക്കായി സമർപ്പിച്ച് വേദവാക്യങ്ങളുടെ പ്രേരണയിൽ നിന്ന് പോലും വിട്ടൊഴിഞ്ഞ് കർമ്മങ്ങളിൽ നിന്ന് മോചിതരായി തീരാൻ അവിടുന്ന് ഞങ്ങളെ ശാസിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ. യഥാർത്ഥ ഭക്തൻ വിധിയുടെ കിങ്കരനല്ല എന്നാണ്. ഈശ്വരനിൽ നിന്ന് അന്യമായി ലോകത്തിലൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് നന്മയില്ല, തിന്മയില്ല, അവർക്ക് മാനാപമാനങ്ങളില്ല, പുണ്യപാപങ്ങളില്ല, പുരസ്കാര തിരസ്കാരങ്ങളില്ല, നിന്ദാസ്തുതികളില്ല, സ്വർഗ നരക വ്യത്യാസങ്ങളില്ല. എല്ലാം ദ്വൈതദൃഷ്ടിയില്ലാതെ ആയിക്കഴിഞ്ഞാൽ അദ്വിതീയ ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ എല്ലാത്തിലും കാണാൻ സാധിക്കും. അപ്പം ലോകമര്യാദ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വേദവാക്യങ്ങൾ. പക്ഷേ ആ ലോകമര്യാദയ്ക്കും അപ്പുറം ലോകാതീതനായിരിക്കുന്ന ആ ഭഗവാൻ ഇതിനൊന്നും ബാധകമല്ല. അതേപോലെ തന്നെ ഞങ്ങളെയും ആക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബലിയുടെ വിശേഷമായിട്ടുള്ള സ്തുതി വചനങ്ങളാണ് നമ്മളിപ്പോൾ ഇതാ ഇത്രയും ശ്ലോകങ്ങളിലൂടെ കേട്ടത്. ആ ഭക്തിനിർഭരമായ ഈ ഭാവങ്ങളോടുകൂടി അഷ്ടാക്ഷരി പൊരുളായിരിക്കുന്ന ആ ഭഗവാന്റെ മുമ്പിൽ ഈ 8 ശ്ലോകങ്ങളെ ഭക്തിപൂർവം സമർപ്പിക്കുന്നു. ഭഗവാന്റെ മറുപടി നമുക്ക് നാളെ കേൾക്കാം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ ഈ അക്ഷരമലരുകളെ സാദരം സവിനയം ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം
നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ.
വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.